എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കരേറ്റ യൂസ് ചെയ്ത് സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ 3 പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടേക്കിംഗ് സ്ക്രീൻഷോട്ട് ഓഫ് എൻ്റർ ബ്രൗസർ വ്യൂ പോർട്ട് സെക്ഷൻ ഓഫ് എ വെബ് പേജ് ആൻഡ് HTML element. സെക്കൻഡ് പോയിന്റ് ആഡിങ് ആൻഡ് റിമൂവിങ് സ്ക്രീൻഷോട്ട് ഫ്രം default HTML report. സേവിങ് സ്ക്രീൻഷോട്ട് ടു എ ഫയൽ. കരേറ്റയിലെ സ്ക്രീൻഷോട്ട് എന്ന മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് ബ്രൗസർ വ്യൂ പോർട്ടിൻ്റെ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെബ് പേജിൻ്റെ ഒരു സെക്ഷനും അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ HTML എലമെൻ്റ് സ്ക്രീൻഷോട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. വെബ് പേജിൻ്റെ സെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ ലൊക്കേറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്ഷൻ്റെ ലൊക്കേറ്റർ കറക്റ്റായിട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ്റെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇത് ഡെമോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആഡിങ് ആൻഡ് റിമൂവിങ് സ്ക്രീൻഷോട്ട് ഫ്രം ഡീഫോൾട്ട് HTML റിപ്പോർട്ട്. അതായത് നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് HTML റിപ്പോർട്ടിലേക്ക് ആഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതാണ് സെക്കൻഡ് പോയിന്റ്. ആഡ് ചെയ്യാൻ നമ്മൾ അഡീഷണൽ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ കരേറ്റെ ബൈ ഡീഫോൾട്ട് HTML റിപ്പോർട്ടിലേക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന സ്ക്രീൻഷോട്ട് എംബഡ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഫയലിലേക്ക് സേവ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് എന്ന സോഴ്സ് കോഡിനകത്ത് com.test എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഈ പാക്കേജിനുള്ളിൽ screenshot.feature എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്. ബ്രൗസർ ലോഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡുകളാണ് ഉള്ളത്. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതേ കോഡ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ സെനേരിയയിലേക്ക് പോവാം. സെനേരിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ഇതാണ്: ടേക്ക് സ്ക്രീൻഷോട്ട് ഓഫ് എൻ്റർ ബ്രൗസർ വ്യൂ പോർട്ട് സെക്ഷൻ ആൻഡ് HTML element. അതായത് ഈ ഒരു സിംഗിൾ സെനേരിയയിൽ 3 കേസസ് ഞാൻ കാണിക്കുന്നുണ്ട്. കോഡ് ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഞാൻ ക്യാച്ച് ഓൾ സിമ്പിളായ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗീവൺ വെൻ ദെൻ ആൻഡ് എന്നീ കീവേഡ്സ് യൂസ് ചെയ്യാം. അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്താൽ മാത്രം മതി. ഇത്രയും കോഡ് കൊണ്ട് മാത്രം നമുക്ക് ഒരു പർട്ടിക്കുലർ വെബ് പേജിൻ്റെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. ഇവിടെ ഒരു സെക്ഷൻ ഓഫ് വെബ് പേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് എന്ന മെത്തേഡിൻ്റെ അകത്ത് ലൊക്കേറ്റർ വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്. ഈ ലൊക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിലെ ലോഗിൻ ഫോമിൻ്റെ ഒരു ലൊക്കേറ്ററാണ്. അതിൻ്റെ അകത്ത് യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ആ സെക്ഷൻ്റെ മാത്രമായിട്ടുള്ള ഒരു ലൊക്കേറ്ററാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു പർട്ടിക്കുലർ സ്ക്രീൻഷോട്ട് ഒരു എലമെൻ്റ് ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എലമെൻറ്റിൻ്റെ ലൊക്കേറ്റർ പാസ് ചെയ്യാം. ഇവിടെ ഞാൻ ലോഗിൻ ബട്ടൻ്റെ ലൊക്കേറ്ററാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോഗിൻ ബട്ടൻ്റെ മാത്രമായിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കും. ഇനി ഞാൻ ഡെമോയിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമേ ഫുൾ വെബ് പേജിൻ്റെ എടുക്കുന്നത് കാണിച്ചു തരാം. ഞാനിത് കമൻറ്റ് ചെയ്തു, ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഈ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് 15th ലൈനിൽ കാണാം സ്ക്രീൻഷോട്ട് എന്ന ആ ലൈൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബ്രൗസർ വ്യൂ പോർട്ടിൽ വന്ന വെബ് പേജിൻ്റെ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് ജസ്റ്റ് സ്റ്റാർ സ്ക്രീൻഷോട്ട് എന്ന മെത്തേഡ് കോൾ ചെയ്തുകൊണ്ട് കരേറ്റ ക്യാപ്ചർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ കോഡ് എഴുതാതെ തന്നെ ആ സ്ക്രീൻഷോട്ട് ഡീഫോൾട്ടായിട്ട് ജനറേറ്റ് ആകുന്ന HTML റിപ്പോർട്ടിലേക്ക് കരേറ്റ് എംബഡ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് കരേറ്റയിൽ എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു സെക്ഷൻ ഓഫ് വെബ് പേജ് എങ്ങനെ സ്ക്രീൻഷോട്ടായിട്ട് എടുക്കും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ 2 ലൈനും കൂടെ അൺകമൻറ്റ് ചെയ്യുവാണ്. ഞാൻ ഈ ലൊക്കേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വെബ് എലമെൻ്റ് ഏതാണെന്നുള്ളത് ബ്രൗസറിൽ കാണിച്ചു തരാം. ഞാൻ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. Ctrl F
പ്രസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ആ ലൊക്കേറ്റർ പേസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പർട്ടിക്കുലർ ലൊക്കേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ആ ഒരു സെക്ഷനാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും നമ്മൾ ലൊക്കേറ്ററിൻ്റെ വാല്യൂ സ്ക്രീൻഷോട്ട് എന്ന മെത്തേഡിലേക്ക് പാസ് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് കരയട്ടെ ഓട്ടോമാറ്റിക്കലി HTML റിപ്പോർട്ടിലേക്ക് എംബഡ് ചെയ്യുകയും ചെയ്യും. നമുക്കിനി ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റിപ്പോർട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം 15th ലൈൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 18th ലൈനിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം പാസ്വേഡ് എന്നുള്ള ലോഗിൻ എന്നുള്ള ആ സെക്ഷൻ്റെ മാത്രമായിട്ടുള്ള സ്ക്രീൻഷോട്ട് കരയട്ടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം അത് ഓട്ടോമാറ്റിക് റിപ്പോർട്ടിലേക്ക് എംബഡ് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ തേർഡ് കേസ് നോക്കാം. അതായത് ഒരു പർട്ടിക്കുലർ HTML എലമെൻറ്റിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ 2 ലൈനും കൂടെ അൺകമൻറ്റ് ചെയ്യുവാണ്. ഫയൽ സേവ് ചെയ്യുന്നു. ഞാൻ ഈ ലൊക്കേറ്റർ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആഷ് ലോഗിൻ ബട്ടൺ എന്നുള്ള ഈ ഒരു ലൊക്കേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോഗിൻ എന്ന ബട്ടണാണ്. അപ്പോൾ ഈ ലോഗിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും നമ്മൾ ഇനി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഇനി റിപ്പോർട്ടിൽ ആ 3 കേസിൽ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. റിപ്പോർട്ട് ഞാൻ റിഫ്രഷ് ചെയ്യുവാണ്. 3 കേസിലും സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നമുക്ക് വെരിഫൈ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ സെക്ഷൻ്റെ വന്നിട്ടുണ്ട്. തേർഡ് കേസിൽ ലോഗിൻ ബട്ടൻ്റെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കരയട്ടയിൽ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇനി സ്ക്രീൻഷോട്ട് HTML റിപ്പോർട്ടിലേക്ക് എംബഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ആർഗ്യുമെൻറ്റ് കൂടെ നിങ്ങൾക്ക് പാസ് ചെയ്യാം. ഫോൾസ് എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി എംബഡ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എംബഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫീച്ചർ ഫയൽ വീണ്ടും റൺ ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഞാൻ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ 15th ലൈൻ മാത്രം ഇത്തവണ സ്ക്രീൻഷോട്ട് ഉള്ളൂ. 18th ലൈൻ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ 21st ലൈനും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഫോൾസ് എന്നുള്ള ആർഗ്യുമെൻറ്റ് ഈ 2 സ്ക്രീൻഷോട്ട് മെത്തേഡിലും പാസ് ചെയ്തുകൊണ്ട് തന്നെ കരയട്ടെ ആ 2 സ്ക്രീൻഷോട്ടും ഈ റിപ്പോർട്ടിലേക്ക് എംബഡ് ചെയ്യില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് 2 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് പോയിന്റ് നോക്കാം. ഞാൻ തേർഡ് പോയിന്റിന് വേണ്ടി ഈ സെനാരിയോ ഞാൻ ആദ്യമേ ഫുള്ള് കമൻറ്റ് ചെയ്യുവാണ്. ഇതാണ് സെക്കൻഡ് സെനാരിയോ. ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്ത ശേഷം ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എന്ന മെത്തേഡ് കോൾ ചെയ്ത ശേഷം ഫോൾസ് എന്നുള്ള ആർഗ്യുമെൻറ്റ് ഞാനിവിടെ പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻഷോട്ട് കരയട്ടയിലെ HTML റിപ്പോർട്ടിൽ എംബഡ് ആകില്ല. അതൊരു വേരിയബിളിലേക്ക് ബൈറ്റ്സ് എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം കരയട്ടെ ഡോട്ട് റൈറ്റ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്ത് ക്യാപ്ചർ ചെയ്ത ആ സ്ക്രീൻഷോട്ട് test.png എന്നൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിന് പിന്നീട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ഫയൽ എന്ന് പറഞ്ഞ്. അതിനുശേഷം ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക്
ക്യാപ്ചർ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഒരു സെപ്പറേറ്റ് ഫയലിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ഈ പ്രൊജക്റ്റിനകത്ത് ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സേവ് ആകും. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റിപ്പോർട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇനി റിപ്പോർട്ടിലെ സിനാരിയോ പാസ്ഡായി. ഇനി നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിഫ്രഷ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ടാർഗറ്റ് എന്ന ഫോൾഡറിനകത്ത് .png എന്ന് പറഞ്ഞ ഫയല്, ഇതേ പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ പേര് തന്നെ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് വന്നിട്ടുണ്ട്. അത്രേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രൗസർ വ്യൂ പോർട്ടിൻ്റെ ഫുള്ള് സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഫയലിലേക്കും സ്ക്രീൻഷോട്ട് കൈയിട്ട് യൂസ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സിനെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.